ഹായ് മക്കളെ, നമ്മൾ ഇന്ന് +2 കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ കോമ്പിനേഷൻ ഓഫ് സെല്ലാണ് ഡിസ്കസ് ചെയ്യുന്നത്. കോമ്പിനേഷൻ ഓഫ് സെല്ലിൽ പാരലൽ കോമ്പിനേഷൻ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ട് സെറ്റ് ആണെങ്കിൽ സീരീസ് കോമ്പിനേഷൻ ഓഫ് സെല്ല് വളരെ പുഷ്പം പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിച്ച് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം സീരീസ് കോമ്പിനേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, കോമ്പിനേഷൻ ആവുന്ന സമയത്ത് അതായത് സീരീസ് കോമ്പിനേഷനിലാണെങ്കിൽ കറണ്ട് എന്തായിരിക്കും, സെയിം ആയിരിക്കും. വോൾട്ടേജ് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, കറണ്ട് എന്താണ്, സെയിം ആണ്. വോൾട്ടേജ് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ സീരീസ് കോമ്പിനേഷൻ ആണ് ചെയ്യുന്നത്. ആദ്യം എന്ത് വരയ്ക്കുകയാണ്, ഒരു 2 സെല്ലുകളെ എടുത്തിട്ട് സീരീസ് ആയിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, കമ്പൈൻ ചെയ്യാൻ പോവാണ്. 2 സെല്ലുകളെ ഞാൻ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ വേണ്ട കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്യാൻ പോവാണ്. ഈ സെല്ലിന്റെ EMF-നെ E1 എന്നും ഇയാളുടെ EMF-നെ E2 എന്നും ഇതിലെ ഇന്റേണൽ റെസിസ്റ്റൻസിന് R1 എന്നും ഇതിലെ ഇന്റേണൽ റെസിസ്റ്റൻസിനെ R2 എന്ന് മാർക്ക് ചെയ്തു. ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ I എന്ന് മാർക്ക് ചെയ്തു. കാരണം സീരീസ് കോമ്പിനേഷനിൽ കറണ്ട് സെയിം ആണ്. ഇവിടെയുള്ള വോൾട്ടേജിനെ V1 എന്നും ഇവിടുത്തെ വോൾട്ടേജിനെ V2 എന്നും മാർക്ക് ചെയ്തു. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ആരാണോ അയാളെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് വോൾട്ടേജ് ആണ്, കറണ്ട് സെയിം ആണ്. അപ്പോൾ വോൾട്ടേജ് കാണാൻ വേണ്ടിയിട്ട് എന്ത് കാണാൻ വേണ്ടിയിട്ട്, വോൾട്ടേജ് V is equal to എന്ത് വരും, V1 plus V2 എന്ന് വരും. ഓക്കെ, V ടോട്ടൽ അതായത് V എഫക്റ്റീവ് എന്ന് ഞാൻ എടുത്തു. ഓക്കെ, വോൾട്ടേജ് എഫക്റ്റീവ് is equal to V1 plus V2 എന്ന് നമുക്ക് കിട്ടി. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Vക്ക് ഉള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വിക്കുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ടെർമിനൽ വോൾട്ടേജ് V is equal to എന്താണ്, EMF മൈനസ് ലോസ്റ്റ് വോൾട്ടേജ് ആണ്. ഈ ലോസ്റ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഓംസ് ലോ പ്രകാരം V is equal to IR ആണ്. ലോസ്റ്റ് വോൾട്ടേജ് ഉണ്ടാവാനുള്ള കാരണം എന്ത് റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ്. R എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ മക്കളെ, എനിക്ക് ടെർമിനൽ വോൾട്ടേജ് V is equal to E മൈനസ് എന്ത് എഴുതാൻ പറ്റും, I ഇൻറ്റു ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് എഴുതി വെക്കാൻ പറ്റും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ എഴുതി വെക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മക്കള് എനിക്ക് ഇത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് V എഫക്റ്റീവിൻ്റെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞു തരികടാ. എന്ത് വരും, V എഫക്റ്റീവ് എന്ന് പറയുന്ന സമയത്ത് എനിക്ക് എന്ത് കൊടുത്താൽ മതി, ഇതല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത് പറഞ്ഞോളി. ഇതാ എന്ത് വരും, E മൈനസ് IR എഫക്റ്റീവ് അല്ലേ. അപ്പോൾ ഞാൻ എന്തെടുത്തു, E എഫക്റ്റീവും R എഫക്റ്റീവും എന്ന് എടുത്തു. എന്തുകൊണ്ടാണ് I എഫക്റ്റീവ് എന്ന് എടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ട് എന്താണ്, സെയിം ആണ്. ഈസ് ഈക്വൽ ടു ഇത് നോക്കിയിട്ട് പുഷ്പം പോലെ ഇതാ V1നും V2നുള്ള ഇക്വേഷൻ ഇതാ പറഞ്ഞോളി. Vന്റെ ഇക്വേഷൻ ജനറൽ ഇതാ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇത് V1 ആക്കണം, V2 ആക്കിയിട്ട് പറഞ്ഞു തരണം. V1 എന്ന് പറയുന്ന സമയത്ത് എന്ത് വരും, E1 മൈനസ് IR1. എന്തുകൊണ്ടാണ് I1 എന്ന് എഴുതാത്തത്, കറണ്ട് സെയിം ആണ്. പ്ലസ് V2 എന്ന് പറയുമ്പോൾ ഇതല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എന്ത് വരും, E2 മൈനസ് IR2 എന്ന് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിച്ചോ. E1 പ്ലസ് E2 മൈനസ് I ഇൻറ്റു R1 മൈനസ് I ഇൻറ്റു R2. ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐനെ കോമൺ ആയിട്ട് പുറത്തെടുത്തു. E1 പ്ലസ് E2 മൈനസ് I ഇൻറ്റു R1 മൈനസ് I ഇൻറ്റു R2 എന്നാണ് വരുന്നത്. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മൈനസും എന്ത് വരും, പ്ലസ് വരും. മൈനസും എന്ത് വരും, പ്ലസ് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്കുള്ളത് എന്താണ്, E എഫക്റ്റീവ് മൈനസ് IR എഫക്റ്റീവ് എന്നാണ്. ഇനി മക്കള് സീരിയസ് ആയിട്ട് ഇവിടെ ശ്രദ്ധിച്ചിട്ട് നോക്കുക. ഈ എഫക്റ്റീവിന്റെ സ്ഥലത്ത് ഇവിടെ ആരാ ഉള്ളത്, E1 പ്ലസ് E2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, E എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, E
എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? E1 പ്ലസ് E2 എന്ന് കിട്ടി. അതേപോലെ മക്കളെ ഇവിടെ നോക്ക്, I ഇൻറ്റു ആർ എഫക്റ്റീവ്. ആർ എഫക്റ്റീവിൻ്റെ സ്ഥലത്ത് ആരെ സ്ഥലത്ത്? ആർ എഫക്റ്റീവ്. ആർ എഫക്റ്റീവിൻ്റെ സ്ഥലത്ത് എന്താ ഉള്ളത്? R1 പ്ലസ് R2 ആണുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് എന്തും വന്നടാ, ആർ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2 എന്നും കിട്ടി. ഇതാണ് സീരീസ് കോമ്പിനേഷൻ ഓഫ് സെല്ലിൽ നമുക്ക് ചെയ്തെടുക്കാനുള്ളത്. ഈ രണ്ട് ഇക്വേഷൻസ് ആണ്. വളരെ സിമ്പിൾ ആണ്, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.